മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ +1 സ്റ്റാറ്റിസ്റ്റിക്സിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള സെൻട്രൽ ടെൻഡൻസിയിലെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം ഈ സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഇൻക്ലൂഡിങ് മോഡൽ എക്സാമിനടക്കം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് വർത്ത് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പഠിക്കാൻ ഡിഫിക്കൽട്ട് ആണോ? ഒരിക്കലും അല്ല. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ മീൻ, മീഡിയൻ, മോഡ്, ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സോ അവരുടെ ഇക്വേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്ററിന് ഒരു മാർക്ക് പോലും മിസ്സാക്കാണ്ട് നിങ്ങൾക്ക് ഫുൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കുക, പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷോ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കല്ലേ. അപ്പോൾ പിടിച്ചോ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാ. വാട്ട് ആർ ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ആവറേജ്? നമ്മൾ പഠിക്കുന്നത് ആവറേജസിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ഒരു 4 പ്രോപ്പർട്ടീസ് ഒക്കെ ആട്ടോ എഴുതാൻ വേണ്ടി പറയുക. സോ ഒരു ഗുഡ് ആവറേജിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4 എണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. സോ നോക്കിക്കോളൂ. സിമ്പിൾ ആൻഡ് റിജിഡ് ഡെഫിനേഷൻ. ഒരു ഗുഡ് ആവറേജിന് ഇറ്റ് ഷുഡ് ഹാവ് സിമ്പിൾ ആൻഡ് റിജിഡ് ഡെഫിനേഷൻ. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. ഒരു നല്ല ആവറേജ് എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം, ഈസി ടു കാൽക്കുലേറ്റ് ആയിരിക്കണം. ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. ഇന്ന ഒബ്സർവേഷൻസിനെ മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ നടുവിലുള്ള ഒബ്സർവേഷൻ മാത്രം, അങ്ങനെയല്ല. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. അടുത്ത കാര്യം, ലീസ്റ്റ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. സോ ചിലപ്പോൾ വളരെ ചെറിയ വാല്യൂസ് അല്ലെങ്കിൽ വളരെ വലിയ വാല്യൂസ് ഒക്കെ നമ്മുടെ ഡേറ്റയിൽ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള എക്സ്ട്രീം വാല്യൂസ് നമ്മുടെ ആവറേജിനെ വല്ലാണ്ടങ്ങ് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. സോ a good average should be least affected by extreme values, least affected by fluctuations of sampling, capable of further mathematical treatment. So നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു 4 പോയിന്റ്സ് പഠിച്ചു വെക്കുക. which are the desirable properties of a good average. തിയററ്റിക്കൽ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്റർ എന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. ഞാൻ മോസ്റ്റ്ലി നമ്മുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് മോഡൽ എക്സാമിന് മിസ്റ്റേക്ക് വരുത്തിയവർ ഇവിടെ നിന്ന് അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The table below shows the age of 55 patients selected to study the effectiveness of a particular medicine. Calculate the mean age of the patients. So simple ആയിട്ട് ഒരു കണ്ടിന്യൂസ് ഡേറ്റ് തന്നിട്ടുണ്ട്, നമ്മളോട് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം മീൻ ഞാൻ എക്സ് ബാർ എന്ന് വിളിക്കുകയാണെങ്കിൽ എന്താ മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല? നമ്മുടെ കയ്യിൽ ഫ്രീക്വൻസിയും ക്ലാസ് ഇന്റർവൽസും ഉണ്ട്. സോ ഫ്രീക്വൻസി ഡേറ്റ തന്നാൽ എങ്ങനെയാണ് നമ്മൾ മീൻ ഫൈൻഡ് ചെയ്യുക? സിഗ്മ FI XI ഡിവൈഡഡ് ബൈ സിഗ്മ FI ചെയ്താൽ മതി അല്ലേ. അതായത് F1 X1 F2 X2 തുടങ്ങിയിട്ടുള്ള X1ൻ്റെയും F1ൻ്റെയും പ്രൊഡക്റ്റുകൾ നമ്മൾ എടുക്കും. എന്നിട്ട് അവരുടെ സമ്മിനെയാണ് നമ്മൾ സിഗ്മ FI XI എന്ന് വിളിക്കുക അല്ലേ. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും സം നൊട്ടേഷനെയാണ് നമ്മൾ സിഗ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താഴെ സിഗ്മ FI എന്നല്ലേ എന്ന് വെച്ചാൽ ഫ്രീക്വൻസീസിന്റെ സമ്മാണ്. ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡൗട്ട് വരുന്നത്, എന്താ ഈ XI എന്ന് പറഞ്ഞാൽ? FI ഓക്കേതാ, ഇതാണ് FI എന്ന് പറയുന്നത്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്. എന്താ XI എന്ന് പറഞ്ഞാൽ? നമ്മുടെ കയ്യിലുള്ളത് ക്ലാസ് ഇന്റർവെൽസ് ആണ് അല്ലേ. അതായത് 0 to 10, 10 to 20 എന്നൊക്കെ പറയുന്ന ഇന്റർവെൽസ് ആണ്. XI കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഇവരുടെ മിഡ് പോയിന്റ് എടുക്കും. 0 to 10 എന്ന് പറയുമ്പോൾ മിഡ് പോയിന്റ് 5 ആയിരിക്കും. എങ്ങനെ കണ്ടുപിടിക്കാം? 0 + 10/2 ചെയ്താൽ മതി. അതേപോലെ 10 to 20 എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് 15 ആയിരിക്കും അല്ലേ. എങ്ങനെ ഫൈൻഡ് ചെയ്യാം? 10 + 20/2, 30/2 15 ആണ്. ഇങ്ങനെ മിഡ് പോയിന്റ്സ് എടുത്താൽ നമുക്ക് XI കിട്ടും. FI നമ്മുടെ കയ്യിലുണ്ട്. FIയും XIയും കിട്ടിക്കഴിഞ്ഞാൽ സിഗ്മ FI XI ബൈ സിഗ്മ FI ചെയ്താൽ നമ്മുടെ മീനായി. അപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ച് ടേബിൾ വാല്യൂസ് ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ വേണം ടേബിളിൽ കോളംസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം? ക്ലാസും ഫ്രീക്വൻസിയും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ മിഡ് പോയിന്റ് ആയിട്ടുള്ള XIക്ക് ഒരു കോളം ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് അത് കഴിഞ്ഞ് FI XI എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് നമ്മളൊരു കോളം ക്രിയേറ്റ് ചെയ്യണം. സോ ആദ്യം എന്താണ് XIയുടെ കോളം നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക? XI എന്ന് പറയുമ്പോൾ ഇവിടെ 0 to 10 എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മിഡ് പോയിന്റ് 0 + 10/2 ദാറ്റ് ഈസ് 5 ആണ്. 10 to 20 എന്ന് പറയുമ്പോഴോ 10 + 20/2 ദാറ്റ് ഈസ് 15 ആണ്. ഇങ്ങനെ നമ്മൾ 20 to 30, 30 to 40 ഒക്കെ മിഡ് പോയിന്റ്സ് ഇവിടെ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് എന്താ? FI XI ആണ് അല്ലേ. അതായത് ഫ്രീക്വൻസിയും XIയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. ഇവിടെ നോക്കിക്കേ 6 × 5 എന്ന് വരുന്നുണ്ട്, ദാറ്റ് ഈസ് 30. അടുത്തതോ 7 × 15 എന്നാണ് വരുന്നത്, ദാറ്റ് ഈസ് 105 എന്ന് വരും അല്ലേ. 6 × 15 90 വരും, കൂടെ ഒരു 15 കൂടി വരുമ്പോൾ 105 വരും. സോ നമ്മൾ FI XI ഇതുപോലെ 16 × 25, 11 × 35 ഒക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ പറഞ്ഞു എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ FI XI ഡിവൈഡഡ് ബൈ സിഗ്മ FI ആണ്. ഇവിടുത്തെ സിഗ്മ FI XI എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള കോളം ഇല്ലടാ, ഈ കോളത്തിന്റെ സമ്മാണ്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ട് കേട്ടോ. സോ 30 +
105 plus 400 plus 385 plus 270 plus 110 plus 455 and that is equal to 1755 and sigma fi കൂടി നമുക്ക് ആവശ്യമുണ്ട് അതായത് sum of frequencies എന്ന് വെച്ചാൽ 6 plus 7 plus 16 plus 11 plus 6 plus 2 8 plus 7 വരും അല്ലേ and that is equal to 55 ആണ് അപ്പോൾ നമുക്ക് ഇവിടെ വാല്യൂ എന്ത് കൊടുക്കാം 1755 divided by 55 എന്ന് കൊടുക്കാം and that is equal to 1755 by 55 എന്ന് വെച്ച ആൻസർ എത്രയാടാ ഇറ്റ് ഈസ് ഈക്വൽ ടു 31.9 ആണ് അപ്പോൾ എത്രയാണ് നമ്മുടെ എക്സ് ബാർ എന്ന് പറയുന്നത് 31.9 ദാറ്റ് ഈസ് നിയർലി നമ്മുടെ 32 റൈറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ബാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ സിമ്പിൾ ആയിട്ട് ക്ലാസും ഫ്രീക്വൻസിയും തന്നാൽ മിഡ് പോയിന്റ് എക്സ് ഐ എടുക്കുന്നു എഫ് ഐ ഇൻറ്റു എക്സ് ഐക്ക് ഒരു കോളം കൊടുക്കുന്നു അവരുടെ സം എടുക്കുക എഫ് ഐസിന്റെ സം എടുക്കുക ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ എക്സ് ബാർ ആയി റൈറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ മീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് The mean score obtained in an examination by a group of 100 students was found to be 49. The mean of the scores obtained in the same examination by another group of 200 students was 56. Find the mean scores obtained by both the groups taken together. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആക്ച്വലി രണ്ട് ഗ്രൂപ്പാണ് ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കിക്കേ 100 ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് സോ ഇപ്പോൾ ആദ്യം കയ്യിലുള്ളത് 100 മെമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് ആൻഡ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു മീൻ ആയിട്ട് നമുക്ക് കിട്ടിയത് 49 ആണ് സോ ഏതോ ഒരു എക്സാമിൻ്റെ സ്കോഴ്സിൻ്റെ മീനാണ് 100% ഉള്ള ഒരു ഗ്രൂപ്പിൻ്റെ മീൻ ആയിട്ട് 49 ആണ് നമുക്ക് കിട്ടിയത് ആൻഡ് അനദർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മറ്റൊരു ഗ്രൂപ്പാണ് ഇതിലെ കുട്ടികളല്ല വേറെ ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ് അവിടെ എത്ര ആളുകളുണ്ട് 200 സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ആൻഡ് ഈ 200 സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ ആസ് 56 ചുരുക്കി പറഞ്ഞാൽ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട് രണ്ടുപേർക്കും ഡിഫറെൻറ്റ് മീനും ഉണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ രണ്ടുപേരെയും കൂടി കമ്പൈൻ ചെയ്യാൻ പോവാണ് ഈ 100ഉം 200ഉം കൂടി 300 സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ് നമ്മൾ എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലുള്ള പുതിയ മീൻ എത്രയാണെന്നാണ് ചോദ്യം അതായത് കമ്പൈൻഡ് മീൻ രണ്ട് ഗ്രൂപ്പിന്റെ ഡിഫറെൻറ്റ് മീൻ തന്നിട്ട് ഇവരെ നമ്മൾ ഒന്നിച്ച് വെക്കുമ്പോഴുള്ള കമ്പൈൻഡ് മീനാണ് ചോദിക്കുന്നത് സോ കമ്പൈൻഡ് മീനിന് ഒരു ഇക്വേഷൻ ഉണ്ട് വാട്ട് ഈസ് കമ്പൈൻഡ് മീൻ ഞാൻ എക്സ് ബാർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കമ്പൈൻഡ് മീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 എന്താ ഈ n1 n2 എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് n1 എന്ന് പറയുന്നത് സോ ഇവിടെ n1 എന്ന് പറയുന്നത് 100 ആണ് നോക്കിക്കേ ഫസ്റ്റ് ഗ്രൂപ്പിൽ 100 സ്റ്റുഡൻസ് ആണുള്ളത് ആൻഡ് അവരുടെ കറസ്പോണ്ടിങ് മീൻ ആണ് x1 ബാർ എന്ന് പറയുന്നത് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 49 സിമിലർലി സെക്കൻഡ് ഗ്രൂപ്പിന്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാ n2 എന്ന് പറയുന്നത് 200 ആണ് അവരുടെ കറസ്പോണ്ടിങ് മീൻ എത്രയാടാ x2 ബാർ എന്ന് പറയുന്നത് 56 ആണ് സോ n1 n2 x1 ബാർ x2 ബാർ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എത്രയാണ് നമുക്ക് കിട്ടുക n1 ന് പകരം 100 കൊടുക്കുക ഇൻറ്റു x1 ബാർ 49 ആണ് പ്ലസ് n2ക്ക് പകരം 200 കൊടുക്കുക x2 ബാർ 56 ആണ് ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 200 എന്ന് വരും ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 49 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 4900 എന്ന് വരും അല്ലേ ആൻഡ് ദെൻ 200 ഇൻറ്റു 56 എന്ന് പറയുമ്പോൾ 112 കഴിഞ്ഞിട്ട് 2 0 വരും അല്ലേ 56 ഇൻറ്റു 2 പിന്നെ നമ്മൾ 2 0 കൊടുത്തു ആൻഡ് അത് കഴിഞ്ഞിട്ട് 100 പ്ലസ് 200 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ബിക്കംസ് 300 സോ നമുക്ക് വാല്യൂ നോക്കാം 4900 പ്ലസ് 11200 ഡിവൈഡഡ് ബൈ 300 ആണ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 53.67 ഞാൻ റൗണ്ട് ചെയ്തതാണ് കേട്ടോ 666 ആണ് വാല്യൂ സോ 53.67 ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ദിസ് ഈസ് ആർ കമ്പൈൻഡ് മീൻ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് രണ്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് തന്ന് കമ്പൈൻഡ് മീൻ ചോദിക്കാം നിങ്ങൾ n1ഉം n2ഉം x1 ബാറും x2 ബാറും കറക്റ്റായിട്ട് എടുത്താൽ കമ്പൈൻഡ് മീൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും സോ ആ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക റൈറ്റ് അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ The mean of 20 values is calculated to be 25. ഏതോ ഒരു 20 വാല്യൂസിന്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്തത് 25 ആണ് Later it was discovered that the value 52 is misread as 42. Calculate the corrected value of the mean. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു 20 ഒബ്സർവേഷൻസ് കയ്യിലുണ്ടായിരുന്നു അതിന്റെ മീൻ ആയിട്ട് നമുക്ക് 25 ആണ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് പിന്നെയാണ് മനസ്സിലായത് 52 എന്ന് പറയുന്ന ഒബ്സർവേഷനെ നമ്മൾ 42 എന്ന് തെറ്റായിട്ടാണ് വായിച്ചത് 52 എന്ന് വായിക്കുന്നതിന് പകരം 42 ആണ് വായിച്ചത് എന്ന് വെച്ചാൽ ഒരു 10ന്റെ കുറവ് അവിടെ വന്നു അപ്പോൾ മീനും തെറ്റിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ചോദിച്ചിട്ടുള്ളത് എന്താണ് കറക്റ്റഡ് മീൻ എന്താണ് എന്നാണ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നോക്കിക്കോ മീൻ ഓഫ് 20 വാല്യൂസ് ഇസ് കാൽക്കുലേറ്റഡ് ടു ബി 25 എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ബൈ എൻ അതായത് സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണല്ലോ മീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സം ഓഫ് ഒബ്സർവേഷൻസ് ഞാൻ സിഗ്മ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാണ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാ 20 വാല്യൂസ് എന്ന് പറയുമ്പോൾ
20 ആണ് n എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 25. മീനിന്റെ ഡെഫിനേഷൻ ആണ് സം ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇസ് ഈക്വൽ ടു മീൻ. അപ്പം ഞാൻ അതിവിടെ കൊടുത്തു. സം നമുക്ക് അറിയില്ല, സിഗ്മ എക്സ് എത്രയാണെന്ന് അറിയാത്തതുകൊണ്ട് സിഗ്മ എക്സ് തന്നെ കൊടുത്തു. n 20 ആണ്, മീൻ 25 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ദിസ് ഇംപ്ലൈസ്, ഇതിൽ നിന്ന് നമുക്ക് സിഗ്മ എക്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. കാരണം 20 റൈറ്റിലോട്ട് പോകുമ്പോൾ 25 ഇൻറ്റു 20 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 500 ആണ് സം ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ കേസാണ് കേട്ടോ. ആദ്യം നമ്മൾ 25 ആണ് മീൻ എന്ന് പറഞ്ഞല്ലോ. അവിടുത്തെ കേസിൽ സം ഓഫ് ഒബ്സർവേഷൻസ് 500 ആണ് എന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ പിന്നെയാണ് നമുക്ക് മിസ്റ്റേക്ക് മനസ്സിലായത്. 52നെ നമ്മൾ 42 എന്നാണ് വായിച്ചത്. എന്ന് വെച്ചാൽ ഒരു 10 കുറവായിരിക്കും നമ്മൾ എടുത്ത സമ്മിൽ അല്ലേ. സമ്മിൽ ഒരു 10 കുറവായിരിക്കും. കാരണം എന്താ, 52 എന്ന് വായിക്കുന്നതിന് വരെ നമ്മൾ 42 അല്ലേ എടുത്തത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ സമ്മ് 500 ആണ്. പക്ഷേ കറക്റ്റഡ് സം എത്രയായിരിക്കും? കറക്റ്റഡ് സം എന്ന് പറഞ്ഞാൽ ഈ 500ന്റെ കൂടെ നമ്മൾ ആ മിസ്സിംഗ് ആയിട്ടുള്ള 10 ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം 10ന്റെ കുറവ് മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മൾ 500ന് പകരം കറക്റ്റഡ് സം 510 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. 510 ആണ് കറക്റ്റഡ് സം എങ്കിൽ കറക്റ്റഡ് മീൻ എത്രയായിരിക്കും? നമ്മളോട് പുതിയ കറക്റ്റ് ചെയ്ത മീൻ അല്ലേ ചോദിച്ചിട്ടുള്ളത്. കറക്റ്റഡ് മീൻ എന്ന് പറഞ്ഞാൽ കറക്റ്റഡ് സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആയിരിക്കും അല്ലേ. സോ കറക്റ്റഡ് സം ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ ഇവിടെ കറക്റ്റഡ് സം 510 ആണ്. ഡിവൈഡഡ് ബൈ n എത്രയാടാ? n എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 20. സോ 510 by 20 എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 51/2, ദാറ്റ് ഈസ് 25.5. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ആദ്യം നമുക്ക് മീനായിട്ട് കിട്ടിയത് 25 ആയിരുന്നു. ഒറിജിനൽ മീൻ എന്ന് പറയുന്നത് 25.5 ആണ്. ഒരു 0.5ന്റെ വ്യത്യാസമേ ഉള്ളൂ. എങ്കിൽ പോലും അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അല്ലേ. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കറക്റ്റഡ് മീൻ ഫൈൻഡ് ചെയ്തു. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ദേ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ, മീഡിയൻ റിലേറ്റഡ് ആണ്. ദ മീഡിയൻ ഓഫ് ദി വാല്യൂസ് 27153. ഇതിപ്പോൾ ചെറിയൊരു ഡേറ്റയാണ്. ഇതിലും വലിയ ഡേറ്റ ആണെങ്കിലും ഒരു റോ ഡേറ്റയാണ് നിങ്ങൾക്ക് തരുന്നത്. എന്നിട്ട് മീഡിയൻ ചോദിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നിട്ടുള്ള ഒബ്സർവേഷൻസിന് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ മാറ്റി എഴുതണം. അതായത് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതണം. ഇവിടെ നോക്കിക്കോ, ഏറ്റവും ആദ്യം 1 ആണ്, പിന്നെ വരുന്നത് 2, 3, 5, 7. സോ 1, 2, 3, 5, 7 ആ ഒരു ഓർഡറിൽ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ നമ്മുടെ ഒബ്സർവേഷൻസ് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മീഡിയൻ ഫൈൻഡ് ചെയ്യണം അല്ലേ. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് മിഡിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, ദാറ്റ് ഇസ് 3. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് എത്രയാടാ? മീഡിയൻ 3 ആണ്. ഇവിടെ ആക്ച്വലി നമുക്ക് 5 നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, അതായത് ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആയതുകൊണ്ടാണ് കറക്റ്റ് സെന്ററിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യാൻ പറ്റിയത്. ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഫോർ എക്സാമ്പിൾ ഇതേ ഡേറ്റയിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ 1, 2, 3, 5, 7ന്റെ കൂടെ ഒരു 9 കൂടി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 6 നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട്. കറക്റ്റ് സെന്ററിൽ ഒരാളെ എനിക്ക് കിട്ടില്ല, 2 ആളെ ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് മീഡിയൻ ഫൈൻഡ് ചെയ്യുക? ആ കിട്ടിയ 2 പേരില്ലേ, ഇപ്പോൾ ഇവിടെ 3ഉം 5ഉം അല്ലേ, നമ്മൾ എന്ത് ചെയ്യുക? 3 + 5/2 ചെയ്യുക. ദാറ്റ് ഇസ് 8/2, 4 ആയിരിക്കും നമ്മുടെ മീഡിയൻ ആയിട്ട് കിട്ടുക. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിൽ കറക്റ്റ് സെന്ററിൽ നിന്നുള്ള ആളെ പിക്ക് ചെയ്യുക. ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണെങ്കിൽ സെന്ററിൽ വരുന്ന 2 പേരുടെ ആവറേജ് എടുത്താൽ മതി. സോ ഹിയർ മീഡിയൻ എളുപ്പമാണ്. ഓപ്ഷൻ 2, 3 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. കാൽക്കുലേറ്റ് ദ മീഡിയൻ ഫോർ ദി ഫോളോയിങ് ഡേറ്റ. ഒരു കണ്ടിന്യൂസ് ഡേറ്റ തന്നിട്ട് മീഡിയൻ ചോദിക്കുന്നുണ്ട്. എപ്പോഴും ചോദിക്കാറില്ല കേട്ടോ. കണ്ടിന്യൂസ് ഡേറ്റ തന്ന് മീൻ, മീഡിയൻ, മോഡ് ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും നിങ്ങളോട് എക്സാമിന് ചോദിക്കും. ചിലപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒന്നിലധികം കാര്യങ്ങളും ചോദിച്ചേക്കും. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മീഡിയൻ ആണ് അല്ലേ. 0 to 10, 10 to 20 എക്സെട്ര 50 to 60 വാല്യൂസും കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും ഉണ്ട്. മീഡിയൻ ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം മീഡിയൻ ഫൈൻഡ് ചെയ്യണമെങ്കിൽ മീഡിയൻ്റെ ഇക്വേഷൻ അറിയണം. ദാറ്റ് ഇസ് L + n/2 - C/f into h. C എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ CF എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഈ L, n/2, CF, h ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് മീഡിയൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഇതൊക്കെ ഫില്ല് ചെയ്യാം? അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, മീഡിയൻ ആണ് നിങ്ങളോട് കാണാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് ഒരു കോളം ക്രിയേറ്റ് ചെയ്യണം. സോ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ക്ലാസും കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയാണ്. കൂടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് ഒരു കോളം കൂടി ക്രിയേറ്റ് ചെയ്താൽ മതി. വേറെ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളം മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് ഞാനൊരു കോളം കൊടുത്തിട്ടുണ്ട്. CF എന്നാണ് കൊടുത്തിട്ടുള്ളത്. എങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യുക? ആദ്യം 6 അങ്ങനെ തന്നെ നമ്മൾ എഴുതും. 6, 6. അടുത്ത ഫ്രീക്വൻസി നോക്കിയേ 7 അല്ലേ. 7 എഴുതല്ല വേണ്ടത്, 6 + 7 ചെയ്യാം. 6 + 7 എന്ന് പറയുമ്പോൾ 13 എന്ന് വരും. അടുത്തതോ 13 പ്ലസ് നെക്സ്റ്റ് ഫ്രീക്വൻസി നോക്കിക്കേ 15 അല്ലേ, അവരെ തമ്മിൽ ആഡ് ചെയ്യുക. സോ 13 + 15 എന്ന് പറയുമ്പോൾ 28 എന്ന് വരും. ആൻഡ് ദെൻ 28 + 16 ചെയ്യുക. അപ്പോൾ എത്രയാണ് വരിക? 38, 40, 44 എന്ന് വരും. 44 + 4 ചെയ്താൽ 48 വരും. എഗെയിൻ +2 ചെയ്താൽ 50 എന്ന് വരും. ഇങ്ങനെ നമ്മൾ ഫ്രീക്വൻസീസ് തമ്മിൽ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന കോളമാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളം എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ വരുന്ന ലാസ്റ്റത്തെ ആളാരാടാ? 50 അല്ലേ. ഇത് തന്നെയായിരിക്കും നമ്മുടെ സം ഓഫ് ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ സിഗ്മ എഫ് എന്ന് പറയുന്നത്. കാരണം എന്താ?
നമ്മൾ ഫ്രീക്വൻസി ആഡ് ചെയ്ത് അവസാനത്തെ ആളെയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 15 കിട്ടുന്നത്, which means it is total frequency. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി 15 കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്തെന്നും വിളിക്കാറുണ്ട്? ക്യാപിറ്റൽ N എന്നും വിളിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ N നമുക്ക് കിട്ടി. N/2 ചോദിച്ചിട്ടുണ്ട് അല്ലേ? എന്താ N/2 എന്ന് പറയുന്നത്? N/2 എന്ന് വെച്ചാൽ 50/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ N/2 25 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, എല്ലാ ക്വസ്റ്റ്യനും മീഡിയൻ ആണെങ്കിൽ ഇങ്ങനെ കേട്ടോ ചെയ്യുക. N/2 ആദ്യം ഫൈൻഡ് ചെയ്യുക. N/2 കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയത് 25 അല്ലേ? 25 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്ന റോ നമ്മൾ സെലക്ട് ചെയ്യണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് കേട്ടോ. സോ ഇവിടെ കിട്ടിയ N/2 ആ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിൽ തൊട്ട് മുകളിൽ വാല്യൂ വരുന്ന CF എവിടെയാണോ അതിന് കറസ്പോണ്ടിങ് റോ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 25ൽ കൂടുതൽ വരുന്നത് 28 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതന്നെ മാർക്ക് ചെയ്യുക. 44 എടുത്തിട്ട് കാര്യമില്ല. തൊട്ട് മുകളിൽ ആരാണോ ആ റോ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ഹിയർ വി ആർ സെലക്ടിങ് ദിസ് റോ. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്ലാസ് കാണാം, 20 to 30 എന്ന് പറയുന്ന ക്ലാസ്. ഇതിനാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് വിളിക്കുക. കാരണം ഈ ഒരു ക്ലാസ്സിലായിരിക്കും നമ്മുടെ മീഡിയൻ വാല്യൂ ഉണ്ടാവുക. ഇവിടുത്തെ 20 to 30 ഇല്ലേ, ഇതിലെ ലോവർ ലിമിറ്റ് ആരാ? 20 അല്ലേ? ഈ 20 ആണ് നമ്മുടെ ഇക്വേഷനിലെ L എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു റോയിൽ നമുക്ക് 20 to 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്രീക്വൻസി വരുന്നില്ലേ? ഈ ഒരു 15. ഇതിനെയാണ് നമ്മൾ ഇക്വേഷനിൽ F എന്ന് വിളിച്ചത്. ഇനി ഈ റോയുടെ തൊട്ട് മുകളിലുള്ള റോയുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താ? 13 ആണ് അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷനിലെ C. അപ്പോൾ ഇക്വേഷനിലെ C എന്ന് പറഞ്ഞാൽ നമ്മുടെ റോയുടെ 28 എന്ന് പറയുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല, മറിച്ച് തൊട്ട് മുന്നേ ഉള്ള റോയുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ നമുക്ക് സിയും കിട്ടി. എല്ലും എഫും സിയും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? മീഡിയൻ ഇസ് ഈക്വൽ ടു L പ്ലസ് N/2 മൈനസ് C ബൈ F ഇൻറ്റു H ആണ്. എന്താ ഇസ് ഈക്വൽ ടു L എന്താടാ? L ഇവിടെ 20 ആണ്. N/2 എന്ന് പറയുന്നത് 25 ആണ്. C നമ്മൾ പറഞ്ഞു 13 ആണ്. F എന്താ? F എന്ന് പറയുന്നത് 15 ആണ്. ഫൈനലി H എന്താ? ക്ലാസ് വിഡ്ത്ത് ആണ്. 0 to 10, 10 to 20 എന്നൊക്കെ പറയുമ്പോൾ ക്ലാസ് വിഡ്ത്ത് 10 എന്നാണ് വരിക. ഇതിൽ നൊട്ടേഷൻസിൽ നിങ്ങൾ ഇനി പഠിച്ച നൊട്ടേഷനിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ Hന് പകരം C എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. സിക്ക് പകരം CF എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. അത് നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ ഫോളോ ചെയ്താൽ മതി. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 20 പ്ലസ് 25 മൈനസ് 13 എന്താ? 12 ആണ്. അപ്പോൾ 120/15 എന്ന് വരും. 120/15 എന്ന് പറഞ്ഞാൽ 8 അല്ലടാ. 120/15 is equal to 8 ആണ് അല്ലേ? അപ്പോൾ 20 plus 8 that is 28 ആണ് നമുക്ക് മീഡിയൻ ആയിട്ട് കിട്ടുക. സോ what is the value of median? 28 ആണ്. and it lies between 20 and 30. 20 to 30 ആണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. അതിൻ്റെ ഇടയിലാണ് മീഡിയൻ വരിക എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് മീഡിയൻ ആയിട്ട് 28 കിട്ടി. അപ്പോൾ മീഡിയൻ അറിയണമെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചിരിക്കണം. ആ ഇക്വേഷനിൽ വരുന്ന എല്ലും സിയും എഫും ഒക്കെ എന്താണെന്ന് കറക്റ്റ് അറിഞ്ഞിരുന്നാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പഠിച്ചു വെക്കുക. എൻ്റെ തല കാരണം കുറച്ച് റൈറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാണ്ടായി പോയിട്ടുണ്ട് അല്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അതൊന്ന് പോസ് ചെയ്ത് റെഡി ആക്കണം കേട്ടോ വാല്യൂസ്. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? പിടിച്ചോ. മോഡ് ഓഫ് ദി വാല്യൂസ് 15, 12, 18, 12, 14, 12. സോ മോഡാണ് ചോദിച്ചിട്ടുള്ളത്. മോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് ഒബ്സർവേഷൻ ആണ് അല്ലേ? അതായത് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒബ്സർവേഷൻ ആണ്. ഇവിടെ നോക്കുമ്പോൾ ആരാ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നത്? 12 ആണ് അല്ലേ? 12 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 12 3 തവണ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ 12 ആണ് നമ്മുടെ മോഡ്. സോ ഏറ്റവും കൂടുതൽ തവണ ഒക്കർ ചെയ്യുന്ന ആളെ ഒബ്സർവേഷനെയാണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇത് നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റൻ ആണ് അല്ലേ? നോക്കിക്കേ, ഏജും നമ്പർ ഓഫ് പീപ്പിളും തന്നു. 100% ഒരു സർവേ ആണ്. ഏജും കറസ്പോണ്ടിങ് നമ്പർ ഓഫ് പീപ്പിളും തന്നിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഡിറ്റർമൈൻ ദി മോഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ മോഡ് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്ലാസും കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും. നമുക്കിതെന്താണ്? ഏജ്, നമ്പർ ഓഫ് പീപ്പിൾ, അതൊന്നും നമ്മുടെ ബാധകമല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്ലാസും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് മോഡ്. മോഡ് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ അറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് ഈസ് മോഡ്? മോഡ് എന്ന് പറഞ്ഞാൽ L പ്ലസ് F1 മൈനസ് F0 ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു C ആണ്. റൈറ്റ്? സോ L പ്ലസ് F1 മൈനസ് F0 ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു C ആണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുക. എന്താ ഈ F1, F0, F2 എന്നൊക്കെ പറയുന്നത്? എന്താ L, എന്താണ് C? ഇതൊക്കെ നമുക്ക് പറയാം. സോ ആദ്യം എന്താ ഈ F1, F0 എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, നമുക്ക് ക്ലാസും കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും തന്നിട്ടില്ലേ? മോഡ് നമുക്ക് പെട്ടെന്ന് ഇക്വേഷനിൽ വെച്ച് എഴുതാവുന്നതേ ഉള്ളൂ. ടേബിൾ വാല്യൂ വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഇക്വേഷനിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ടേബിളിൽ നിന്ന് ഡയറക്റ്റ് എഴുതാൻ പറ്റും. വേറെ കോളംസ് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്നത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഏതാണ്? 12, 18, 27, 20, 17, 6 എന്ന് പറയുമ്പോൾ മാക്സിമം ഫ്രീക്വൻസി ഈസ് 27 അല്ലേ? സോ ഈ 27 ആണ് നമ്മുടെ F1 എന്ന് പറയുന്നത്. മാക്സിമം ഫ്രീക്വൻസി ആണ് F1. സോ ഹിയർ 27 ആണ് F1. 27 ആണ് F1 എങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ ഒരാളുണ്ടല്ലോ 18, അതാണ് F0. തൊട്ട് പിറകിൽ ഒരാളുണ്ടല്ലോ ശേഷം വരുന്ന ആള്,
അതാണ് F2. നിങ്ങൾ നോക്കിക്കേ, ഓർഡർ നോക്കിക്കേ, 0 1 2 അത് പഠിച്ചു വെച്ചാൽ മതി. 0 1 2. സോ മാക്സിമം ഫ്രീക്വൻസി F1 ആണ്, തൊട്ട് മുന്നേ ഉള്ള ആൾ F0 ആണ്, ശേഷം വരുന്ന ആൾ F2 ആണ്. 18 27 20 കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ ഈ L എന്ന് പറയുന്നത്? മാക്സിമം ഫ്രീക്വൻസിയുള്ള ക്ലാസ്സിലടാ, ഇതിനെയാണ് നമ്മൾ മീഡിയൻ മോഡൽ ക്ലാസ് എന്ന് വിളിക്കുക. മോഡലേ കാണുന്നത്, അപ്പോൾ മോഡൽ ക്ലാസ് എന്ന് വിളിക്കാം. ഈ ക്ലാസ്സിന്റെ ഫ്രീക്വൻസിനെയാണ്, സോറി, ലോവർ ലിമിറ്റിനെയാണ് നമ്മൾ L എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടുത്തെ ലോവർ ലിമിറ്റ് എന്താ? 20 ആണ്. സോ 20 ആണ് L എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലാസ് വിഡ്ത്ത് ആണ് കേട്ടോ. സോ ക്ലാസ് വിഡ്ത്ത് 0 to 10, 10 to 20 എന്നൊക്കെ പറയുമ്പോൾ 10 ആണ് ക്ലാസ് വിഡ്ത്ത്. ഇനി നമുക്ക് കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ L നമ്മൾ ഫൈൻഡ് ചെയ്തു, 20 ആണ്. അടുത്തത് F1 F0 ഒക്കെ എന്താണ്? F1 എന്ന് പറയുന്നത് 27 ആണ്, മൈനസ് F0 എന്ന് പറയുന്നത് 18 ആണ്, ഡിവൈഡഡ് ബൈ 2 into 27 മൈനസ് F0 എന്ന് പറയുന്നത് 18 ആണ്, മൈനസ് F2 എന്ന് പറയുന്നത് 20 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ 10 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് 27 മൈനസ് 18 എന്ന് പറയുമ്പോൾ 9 ഡിവൈഡഡ് ബൈ 2 into 27 എന്ന് പറയുമ്പോൾ 54 വരും. 54 മൈനസ് 18 മൈനസ് 20 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ആണ്. അപ്പോൾ നമ്മൾ ബൈ 16 ചെയ്യണം, ഇൻറ്റു 10 ചെയ്യണം. ഇൻറ്റു 10 ഞാൻ ന്യൂമറേറ്ററിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 90/16 എന്ന് വരും. എന്താ 90/16 എന്ന് വെച്ചാൽ? 90/16 is equal to 5.625 ആണ്. എന്ന് വെച്ചാൽ 20 പ്ലസ് 5.625 ദാറ്റ് ഈസ് ഈക്വൽ ടു 25.625 ആണ് നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കേ, 20 to 30 എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്ത ക്ലാസ്, അവിടെയാണ് നമ്മുടെ മോഡ് ലൈ ചെയ്യുന്നത്. ആൻഡ് മോഡിൻ്റെ വാല്യൂ 25.625 ആണ്. അതിന് ഈ കറക്റ്റ് ഇക്വേഷൻ പഠിച്ചിരിക്കണം. F1 എന്താ, F2 എന്താ, F0 എന്താന്നൊക്കെ അറിഞ്ഞിരിക്കണം. അത്ര അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇക്വേഷൻ പഠിക്കുക, കൂടുതൽ വാല്യൂസിൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക കേട്ടോ. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. A car covered a distance from A to B at a speed of 46 km/h. അപ്പോൾ A to B, ഞാൻ എയും ബിയും ജസ്റ്റ് മാർക്ക് ചെയ്യാണ്. A to B കാർ കവർ ചെയ്ത സ്പീഡ് എന്ന് പറയുന്നത്, ആ ഒരു ഡിസ്റ്റൻസ് കാർ കവർ ചെയ്തത് 46 km/h എന്ന് പറയുന്ന സ്പീഡിലാണ്. അത് കഴിഞ്ഞ് ഫ്രം B to C അറ്റ് സ്പീഡ് ഓഫ് 50 km/h ആണ്. അപ്പോൾ ബി കഴിഞ്ഞ് ഒരു സി ഉണ്ട്. B to C എത്രയാണ് സ്പീഡ് വരുന്നത്? 50 km/h ആണ്. ആൻഡ് ഫൈനലി C to D അറ്റ് സ്പീഡ് ഓഫ് 54 ആണ്. സോ ദിസ് ഇസ് D, 54 km/h ആണ്. കാൽക്കുലേറ്റ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ ആണ് തന്നിട്ടുള്ള കാര്യം. ഡിസ്റ്റൻസ് ഫ്രം A to B, B to C ആൻഡ് C to D ആർ ഈക്വൽ. എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ഒക്കെ ഈക്വൽ ആണ്. A B B C C D ഈ ഡിസ്റ്റൻസുകളൊക്കെ ഈക്വൽ ആണ്. നമ്മൾ ജസ്റ്റ് ആവറേജ് സ്പീഡ് കണ്ടുവച്ചാൽ മതി. എങ്ങനെയാണ് ആവറേജ് സ്പീഡ് ഫൈൻഡ് ചെയ്യുക? ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ ചാടി കയറി 46 പ്ലസ് 50 പ്ലസ് 54/3 എന്ന് വെച്ചാൽ നമ്മുടെ മീൻ അങ്ങ് എടുത്ത് കളയരുത്. ആവറേജ് സ്പീഡ് ഫൈൻഡ് ചെയ്യാനുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നമ്മുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് ഹാർമോണിക് മീൻ. അപ്പോൾ ആവറേജ് സ്പീഡാണ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ കാണാൻ പറയുന്നതെങ്കിൽ ഹാർമോണിക് മീൻ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. വെറുതെ അരിത്മെറ്റിക് മീൻ യൂസ് ചെയ്താൽ ചിലപ്പോൾ ഒരു മാർക്ക് കിട്ടുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെ ഹാർമോണിക് മീൻ എങ്ങനെ അപ്ലൈ ചെയ്യുക? വാട്ട് ഇസ് ഹാർമോണിക് മീൻ? HM എന്ന് പറഞ്ഞാൽ x1 x2 x3 എന്ന് പറഞ്ഞിട്ട് 3 ഒബ്സർവേഷൻസ് അല്ലേ നമ്മുടെ കയ്യിലുള്ളത്? x1 x2 x3 എന്ന് വെച്ചാൽ 46 50 54. നമ്മൾ എങ്ങനെ HM കാണുക? 3 ഒബ്സർവേഷൻസ് ആകുമ്പോൾ, അതായത് n/σ1/x എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടുത്തെ n എത്രയാ? 3 ഒബ്സർവേഷൻസ് ആയതുകൊണ്ട് തന്നെ 3 ആണ്. സോ 3/σ1/x എന്ന് പറഞ്ഞാൽ 1/x1 പ്ലസ് 1/x2 പ്ലസ് 1/x3 എന്നാണ് വരിക. സോ 3/1/x1 പ്ലസ് 1/x2 പ്ലസ് 1/x3 ആണ് നമ്മുടെ HM എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? x1 എന്ന് പറയുന്നത് 46 അല്ലേ? അപ്പോൾ 3/1/46 പ്ലസ് x2 എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ് സെക്കൻഡ് സ്പീഡ്. സോ 50 ആണ്. സോ നമ്മൾ 1/50 കൊടുത്തു. പ്ലസ് അടുത്തത് x3 എന്ന് പറയുന്നത് 54 ആണ്. അപ്പോൾ 1/x3 എന്ന് പറഞ്ഞാൽ 1/54 എന്ന് വരും. കാൽക്കുലേറ്ററുള്ള സ്ഥിതിക്ക് ഞാനിപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ല. 2 വാല്യൂസ് പോലെയല്ല, 3 വാല്യൂസ് ആകുമ്പോൾ കുറച്ച് പണി ഉണ്ടാവും. നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂസിൻ്റെ സം എടുക്കാം. അപ്പോൾ 3/1/46 എന്ന് വരുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.022 എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, റൗണ്ട് ചെയ്തിട്ട്. യെസ്, അടുത്തത് 1/50 ആൻഡ് യെസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.02. ആൻഡ് ദെൻ 1/54 ആണ്. 1/54 എന്ന് പറയുമ്പോൾ വാല്യൂ വരിക 0.0185 ആണ്. 18 ഞാൻ നിർത്തുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 3 നമ്മുടെ സം എത്രയാണ് വരുന്നത്? 0.022 പ്ലസ് 0.02 പ്ലസ് 0.018. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 3/0.06 ആണ്. എന്ന് വെച്ചാൽ 3/0.06 എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 50.
അപ്പോൾ എത്രയാണ് നമ്മുടെ മീനായിട്ട് കിട്ടുന്നത്? ഹാർമോണിക് മീൻ അല്ലെങ്കിൽ ആവറേജ് ഓഫ് സ്പീഡ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് HM is equal to 50 ആണ്. സോ ഈ രീതിയിൽ HMൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. n/σ 1/x ആണ് ഇക്വേഷൻ. നിങ്ങളൊന്ന് ചെയ്ത് പഠിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് നിങ്ങൾ എറേഴ്സ് ഒന്നും വരുത്തൊന്നുമില്ല. ചെയ്ത് പഠിക്കുക കേട്ടോ. ആവറേജ് സ്പീഡിൻ്റെ ക്വസ്റ്റൻ എപ്പോഴും ചോദിക്കാറുള്ളത് മോഡൽ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇത് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു. സോ ചെയ്ത് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റൻ പിടിച്ചോ. The values of mean and median of a distribution are 35 and 40 respectively. Find mode. അപ്പോൾ മീൻ്റെയും മീഡിയൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് മീൻ എന്ന് പറയുന്നത്? മീൻ is equal to 35 ആണ്. ആൻഡ് വാട്ട് അബൌട്ട് മീഡിയൻ? മീഡിയൻ is equal to 40 ആണ്. ചോദിച്ചിട്ടുള്ളത് എന്താടാ? മോഡാണ്. എന്താ മീനും മീഡിയനും മോഡും തമ്മിലുള്ള റിലേഷൻ? മീൻ മീഡിയൻ മോഡ് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആൻഡ് ദറ്റ് റിലേഷൻ ഇസ് പല രീതിയിൽ നമ്മൾ പറയും. മോഡ് is equal to എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? മോഡ് is equal to 3 മീഡിയൻ മൈനസ് 2 മീൻ. 3 മീഡിയൻ മൈനസ് 2 മീൻ. ഇവിടെ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് മോഡാണ്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് മോഡും മീഡിയനും തരും. 2 മീൻ അല്ല മീൻ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ 2 മീൻ is equal to മോഡ് മൈനസ് 3 മീഡിയൻ. അങ്ങനെയാണെങ്കിൽ അല്ല 2 മീൻ എന്തായിരിക്കും? 3 മീഡിയൻ മൈനസ് മോഡായിരിക്കും. എന്നിട്ട് മീൻ കാണാൻ വേണ്ടി 1/2 എന്ന് അവിടെ കൊടുത്താൽ മതി. സോ ഈ രീതിയിൽ രണ്ടെണ്ണം തന്ന് മൂന്നാമത്തത് ചോദിച്ചാൽ മീൻ മീഡിയൻ മോഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചു വെക്കുക. മോഡ് എന്ന് പറഞ്ഞാൽ 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. സോ ഹിയർ ഇറ്റ് ഇസ് 3 ഇൻറ്റു മീഡിയൻ എത്രയാടാ? 40 ആണ്. മൈനസ് 2 ഇൻറ്റു മീൻ എത്രയാ? 35 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 120 മൈനസ് 70 എന്ന് വരും. ദാറ്റ് ഈസ് 50. അപ്പോൾ മോഡിൻ്റെ വാല്യൂ 50 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The arithmetic mean and geometric mean of two values are 10 and 8 respectively. Find harmonic mean. Another relation ആണ് arithmetic mean, geometric mean, harmonic mean. ഇവർ മൂന്നും തമ്മിലുള്ള റിലേഷൻ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു GM സ്ക്വയർ is equal to, അതായത് geometric mean സ്ക്വയർ is equal to arithmetic mean into harmonic mean. സോ ഹിയർ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? arithmetic mean തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് ഈക്വൽ ടു 10. ആൻഡ് geometric mean തന്നിട്ടുണ്ട് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഹാർമോണിക് മീൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഹാർമോണിക് മീൻ ഫൈൻഡ് ചെയ്യുക? HM is equal to, HM ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? AM-നെ ലെഫ്റ്റിലോട്ട് എടുക്കുക. ദാറ്റ് ഈസ് GM സ്ക്വയർ ബൈ AM ചെയ്താൽ മതി. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സ്ക്വയർ ബൈ 10. ദാറ്റ് ഈസ് 64 ബൈ 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.4 ആണ് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ നമ്മുടെ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. വീണ്ടും വേറെയും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക കേട്ടോ. സോ അതൊക്കെ നമുക്ക് ഇനി ലൈവിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഷുവറായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് മീൻ മീഡിയൻ മോഡിൻ്റെ ഒക്കെ ഇക്വേഷൻസ് കറക്റ്റ് കണ്ടിന്യൂസ് ഡേറ്റയുടെ കേസിലും റോ ഡേറ്റയുടെ കേസിലും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫ്രീക്വൻസി ഡേറ്റയിൽ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ഈ ചെയ്യുന്ന പോലെ തന്നെയാണ് അവിടെയും ചെയ്യുക. സോ ആ കാര്യങ്ങൾ കറക്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞത് മീൻ മീഡിയൻ മോഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പും അതേപോലെ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹാർമോണിക് മീൻ യൂസ് ചെയ്യുന്ന കേസ് പറഞ്ഞു. ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, അതേപോലെ അരിത്മെറ്റിക് മീൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. വേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എവിടെ ഡിസ്കസ് ചെയ്യാം, നമ്മുടെ ലൈവിലായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.